ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 25-ാം വാക്യം. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നിരാശയ്ക്കും പാപത്തിനും അടിമപ്പെട്ടുകൊണ്ട് ഈ ലോകത്തില് വേദനയോടുകൂടി ജീവിക്കുന്നത്, അല്ലെ പരാജയപ്പെട്ട വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നത്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, എന്നും സന്തോഷം ഉണ്ടാകണമെങ്കിൽ നീ ദൈവത്തെ അറിയണം. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറഞ്ഞത്, ലോകത്തിന് ഇതുവരെ നിന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് നിന്നെ അറിയാം. എനിക്ക് നിന്നെ അറിയാവുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ സഹനങ്ങളെയും നിനക്ക് വേണ്ടി സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാവും. കാരണം എനിക്ക് നിന്നെ അറിയാം. സ്നേഹമുള്ളവരെ, ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും ദൈവത്തെ അറിയാനായിട്ടാണ്. ദൈവത്തെ അറിയാത്തവന് എങ്ങനെ ക്രൈസ്തവനായിട്ട് ജീവിക്കാൻ പറ്റും? ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിനെ എനിക്കറിയണം. ക്രിസ്തുവിനെ അറിഞ്ഞാൽ മാത്രമേ അവനെ അനുഗമിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അവൻ പോയ വഴിയിലൂടെ നടന്ന് വിശുദ്ധമായ ജീവിതം എനിക്ക് നയിക്കണമെങ്കിൽ എനിക്ക് അവനെ കുറിച്ച് അറിയാൻ പറ്റണം. സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ ദൈവത്തെ അറിയാനായിട്ടാണ്. ലോകത്തെ അറിയാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, അല്ലേ? ലോകത്തെ അറിയാനായിട്ട്, ലോക സുഖങ്ങളുടെ പിന്നാലെ പോകുവാനായിട്ട്, എല്ലാ സന്തോഷവും നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നുമുണ്ട്. പക്ഷെ ദൈവത്തെ അറിയാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ത്യാഗമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്? എങ്ങനെയാണ് എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാൻ പറ്റുന്നത്? ഒന്ന്, ദൈവസന്നിധിയിൽ വരണം. ദൈവസന്നിധിയിൽ വന്നിരുന്ന് അവനെ കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ, അവൻ എന്നോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് അവനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമുക്ക് സമയമില്ല ദൈവസന്നിധി വന്നിരിക്കാനായിട്ട്, അവനെ കേൾക്കാനായിട്ട് സമയമുണ്ടോ? ചടങ്ങ് തീർക്കുന്നത് പോലെ ആഴ്ചയിൽ ഞായറാഴ്ച വന്ന് വിശുദ്ധ കുർബാനയെ പങ്കെടുത്തിട്ട് ഞാൻ പോവുക, തിരക്കാശ, ജോലി തിരക്കുകളും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കാനായിട്ടോ അവനെ കേൾക്കാനായിട്ടോ എനിക്ക് സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് അവനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഒന്നാമത്തെ പരാജയമായിട്ടോ. രണ്ടാമത് എന്താ? അവൻ തന്നെ നമ്മളോട് പറയുന്നുണ്ടല്ലോ, അവന്റെ വചനം, ദൈവവചനം വായിച്ചു മനസ്സിലാക്കുക. അതിൽ അവനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും വർഷമായിട്ട് ഒരിക്കൽ പോലും ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കണം. ബൈബിള് ഒരു വട്ടമെങ്കിലും മുഴുവൻ വായിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞു എന്നാണോ അതിനർത്ഥം? അല്ല, എനിക്ക് താല്പര്യമില്ല. മറ്റു പല കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ, അതിനൊക്കെ ഞാൻ സമയം കണ്ടെത്തുമ്പോൾ, ബൈബിള് വായിക്കുവാനായിട്ടോ ദൈവസന്നിധിയിൽ വന്നിരുന്ന് അവനെ കേൾക്കാനായിട്ടോ എനിക്ക് പറ്റുന്നില്ല. പിന്നെ എൻ്റെ ജീവിതത്തില് എനിക്ക് എങ്ങനെ എൻ്റെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും? മനസ്സിലാക്കാതെ എങ്ങനെ എനിക്ക് അവനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്, എങ്ങനെ സ്നേഹിക്കാനായിട്ട് പറ്റും? ഇത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പരാജയമാണ്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത്, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈശോയെ പോലെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റണം. അവന്റെ വചനം വായിക്കുവാനായിട്ട്, അവന്റെ സന്നിധിയിൽ വന്നിരുന്ന് അവനെ കേൾക്കുന്നതിലൂടെ അവനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിട്ട് മാറും. അതുകൊണ്ട് നമുക്കും ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട്, എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.